സോ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് സൂചിപ്പിക്കാം, വേണമെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് പാരഗ്രാഫിൽ തന്നെ ഒരു ഹിന്റ് കൊടുക്കാം. പക്ഷെ അതിലുപരി ഈ ഒരു എസ്സേ നിങ്ങൾ തുടങ്ങേണ്ടത് വളരെ കമ്പോസ്ഡ് ആയിട്ട് ആ ഒരു പോസ്റ്റിനെ പറ്റിയും അതിന്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സാധ്യതകളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. പ്ലസ് ആ റീസെന്റ് ഇഷ്യൂസുമായിട്ടൊക്കെ ആഡ് ചെയ്താൽ അതൊരു ഗംഭീര ഓപ്പണിംഗ് ആയിരിക്കും. ഹലോ ഓൾ, വെൽക്കം ടു എൻട്രിയ. ഞാൻ ആർഷ, ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറേ നാളായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു. പിന്നീട് സംഭവിച്ചത് എന്താ, ആ ഒരു ടൈം സ്പാൻ, നമ്മുടെ പ്രിപ്പറേഷന്റെ ടൈം സ്പാൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോടൊപ്പം തന്നെ പലരും പലയിടത്തിരുന്നും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും അവധിക്കാലത്തിന്റെയും ട്രിപ്പുകളുടെയും ഒക്കെ സീസൺ ആണ്. അത്തരം സന്തോഷങ്ങൾ നമുക്ക് വേണ്ട എന്നല്ല, പക്ഷേ കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു എക്സാം വരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് റിവൈസ് ചെയ്യണം, നമ്മുടെ മെന്റേഴ്സിന്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യണം. സോ അത്തരത്തിൽ വളരെ ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുവാണ് എങ്കിൽ വരുന്ന ഈ ഹൈക്കോർട്ട് എക്സാമിനേഷൻ നമ്മുടേതാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സോ പലതരത്തിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എസ്സേ റൈറ്റിംഗ്, പ്രിസി, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ സെപ്പറേറ്റ് തന്നെ ആക്ടിവിറ്റികൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ കുറച്ച് അഡീഷണൽ ആയ കാര്യങ്ങൾ കൂടെ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷനിൽ ആവശ്യമായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എഡിറ്റോറിയൽസ് വായിക്കുക എന്നുള്ളത്. ഇപ്പം ആപ്പിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ എഡിറ്റോറിയൽസ് ഒക്കെ അവതരിപ്പിച്ച് തുടങ്ങണം എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വൈകാതെ തന്നെ ആ ഒരു എഡിറ്റോറിയൽസിന്റെ ഹെൽപ്പ് കൂടെ കിട്ടും. നമ്മൾ ഒരു എഡിറ്റോറിയൽ എടുത്തൊന്ന് അതിനെ ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ ഒരു നല്ല പാസേജ് എഴുതാം, അതിനെ എങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യാം, അതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരാം, അതിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ റൈറ്റിംഗ് ടോപ്പിക് ഉണ്ടോ എന്നുള്ള ഒക്കെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ എസ്സേ റൈറ്റിംഗിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസും എൻക്വയറീസും വന്നപ്പോഴാണ് കുറേ എസ്സേ റൈറ്റിംഗ് ടോപ്പിക്സ് എടുത്ത് അതിലെ പോയിന്റ്സ്, അതിൽ എന്തൊക്കെ എഴുതാം എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് തോന്നിയത്. സ്റ്റൈലിസ്റ്റിക്സ് ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഒരു എസ്സേ എഴുതണം, എസ്സേയിലെ ടൈറ്റിൽ എങ്ങനെ ഫ്രെയിം ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫും ലാസ്റ്റ് പാരഗ്രാഫും നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുക, പിന്നീട് ഹൈലൈറ്റ് ചെയ്ത് ഒരു എസ്സേയിലെ ഓരോ ടോപ്പിക്സിന്, അതായത് ഇപ്പം എസ്സേയിൽ നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നതാണ്, എസ്സേയിൽ വെറുതെ കുറെ ടോപ്പിക്സ് എഴുതുകയല്ല വേണ്ടത്, പകരം കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഇടയിൽ ഓരോ പാരഗ്രാഫും സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റെ അകത്തെ സബ് ടോപ്പിക്സിനെ ഹൈലൈറ്റ് ചെയ്ത് എഴുതണം എന്ന രീതിയിലാണ് നമ്മളിപ്പം ക്ലാസ് എടുക്കുന്നതും നിങ്ങൾ മെന്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും. അപ്പോൾ ഓരോ പാരഗ്രാഫും ഓരോ സ്പെസിഫിക് പോയിന്റ്സ് ആയിരിക്കണം, അല്ലാതെ ഒരു സബ് പോയിന്റ് ആവരുത് ഒരു എസ്സേ എന്നുള്ള രീതിയിൽ ഒക്കെയാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് സബ് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ പറ്റുക? സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് റിലവന്റ് ആയിട്ടുള്ള എസ്സേ റൈറ്റിംഗ് ടോപ്പിക്സ് ആണ്. അപ്പൊ ആ ടോപ്പിക്സിൽ ഏതൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ പോയിന്റ്സ്, ഏതൊക്കെ ഐഡിയാസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് 1, നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ഈ അടുത്ത് വളരെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സാംസിനൊക്കെ ഹിന്ദി മാൻഡേറ്ററി ആക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദിയിൽ കൂടെ അതിനൊരു ട്രാൻസ്ലേഷൻ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ ഒരു ചർച്ച നടന്നൊരു വിഷയമാണ്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക ഭാഷയുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് ഉണ്ടോ, ആ ഒരു നാഷണൽ ലാംഗ്വേജ് ഒഴിച്ചുള്ള ഭാഷകളൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് അപ്രസക്തമായി പോകുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ടോക്സ് നടന്നതാണ്. സോ നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ആദ്യം പറയേണ്ടത് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള പല ലാംഗ്വേജിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഐഡന്റിറ്റിയുമായിട്ടും അല്ലെങ്കിൽ വ്യക്തികളുടെ ആ ഒരു എത്തനിക് ക്വാളിറ്റീസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. നോക്കിയേ,
ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. സോ ആ ഒരു ഡൈവേഴ്സിറ്റി ആണ് അതിന്റെ ആ ഒരു സ്ട്രെങ്ത്, അതിന്റെ ആ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എസ്സേ ഫോർമാറ്റ് ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്ന കണക്ക് പ്രോസും കോൺസും പറയാം, എങ്കിൽ പോലും നിങ്ങൾ തന്നെ നിങ്ങളുടെ എസ്സേയെ കോൺട്രഡിക്റ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, ഇപ്പം ഹിന്ദി ഒരു നാഷണൽ ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ ഒരിക്കലും കോൺട്രഡിക്റ്റ് ചെയ്യരുത്. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രസന്റ് ചെയ്യണം. സോ വളരെ ഇന്റലിജന്റ് ആയിട്ട് വേണം ഇത്തരത്തിലുള്ള ഒരു ടോപ്പിക്ക് കിട്ടിയാൽ നിങ്ങൾ അതിനെ ഫ്രെയിം ചെയ്യേണ്ടത്. ഓക്കെ, സോ മൾട്ടി ലിംഗ്വൽ ലാൻഡ് ആണ് എന്ന് പറഞ്ഞ് തുടങ്ങാം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൾട്ടി ലിംഗ്വൽ, പല ഭാഷകൾ സമ്മേളിക്കുന്ന ഒരു ലാൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു നേഷൻ ആണ്. അതിന്റെ ഡൈവേഴ്സിറ്റി ഉണ്ട്, അത്രയും ലാംഗ്വേജസിന്റെ തന്നെ കൾച്ചർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലിറ്ററേച്ചർ ഒക്കെ. ഈവൻ തമിഴ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഭാഷ തന്നെ വലിയ ഒരു ഒരു അസറ്റ് ആണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ദെൻ ഹിന്ദി അതുപോലെ തന്നെ അതർ ലാംഗ്വേജ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് ഇപ്പൊ തന്നെ ഒരു നാഷണൽ ലാംഗ്വേജ് ഏതായിരിക്കും നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യുക? ഹിന്ദി ആയിരിക്കും, ഒരിക്കലും ഇംഗ്ലീഷ് ആയിരിക്കത്തില്ലല്ലോ. സോ ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വരുമ്പം മറ്റുള്ള ലാംഗ്വേജസ്, എസ്പെഷ്യലി ഹിന്ദിയുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത കുറേ ലാംഗ്വേജസ് ഉണ്ട്. സോ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ ഒരു ഹിന്ദി ആൻഡ് അതർ ലാംഗ്വേജസ് കോൺഫ്ലിക്റ്റിനെ പറ്റി നിങ്ങൾക്ക് പറയാം. ഇംഗ്ലീഷും എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇപ്പൊ ഇവിടുത്തെ ഒരു ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ പല ഭാഷ, നമ്മളിപ്പം ഇന്ത്യയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് യൂസ് ചെയ്താണ്. സോ ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇവിടെ വന്നത്? അപ്പൊ ഒരു കൊളോണിയൽ ആസ്പെക്റ്റും എങ്ങനെയാണ് ഇംഗ്ലീഷ് ഒരു ലിങ്ക് ലാംഗ്വേജ് ആയത്, അതിന്റെ ഇൻട്രൂഷൻ, ഇപ്പോഴും നമ്മൾ ഒരു വൈദേശിക ഭാഷയാണ് സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഇനി ഒരു നോൺ ഹിന്ദി നേറ്റീവ് സ്പീക്കറിന്, അതായത് നമ്മളെ പോലുള്ള സദേൺ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഹിന്ദി ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയാൽ, ഹിന്ദി അറിയാമെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഹിന്ദിയിൽ ഒരാൾ വെൽ വേഴ്സ്ഡ് ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജോലി കിട്ടൂ എന്നുള്ള അവസ്ഥ വന്നാൽ നമുക്ക് വരുന്ന ഒരു ഈ പറയുന്ന ഒരു സ്പിരിച്വൽ ലോസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാം. നമ്മുടേതല്ലാത്തൊരു ഭാഷ നമ്മൾ പഠിക്കേണ്ടി വരുന്നതിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ, അതിൽ പ്രാവീണ്യം ഇല്ലാത്തവർ അതിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ദെൻ ഇപ്പോഴും ഉള്ള, അതായത് ഇപ്പോഴും വളരെ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു നോർത്ത് സൗത്ത് ഡിവൈഡ്, സൗത്ത് സെപ്പറേറ്റ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റസ് ഇടുന്നവരാണ് നമ്മൾ. പക്ഷേ ആ ഒരു നോർത്തും സൗത്തും തമ്മിലുള്ള ഒരു ഡിവൈഡിനെ പറ്റി നിങ്ങൾക്ക് എഴുതാം. Then you can write about various commissions. ഇപ്പം 3 ലാംഗ്വേജ് ഫോർമുല പോലെ, അതുപോലെ തന്നെ ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ആക്കണം എന്ന് പറയുന്ന കമ്മീഷൻസ് ഉൾപ്പെടെ ആദ്യം തൊട്ടുള്ള ആ ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും വേരിയസ് കമ്മീഷൻസിനെ പറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എപ്പോഴും ഈ അഡീഷൻ നിങ്ങൾക്ക് മാർക്ക് സ്കോറിംഗ് ആയിരിക്കും എന്നുകൂടെ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ ഒരു ഇത്തരത്തിലുള്ള നിങ്ങളുടെ അറിവുകൾ, ആ അറിവുകൾ നിങ്ങളെ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുകൂടെ ഓർത്തിരിക്കുക. ഡിഫറെന്റ് ആർട്ടിക്കിൾസ്, സോ നമ്മൾ ഈ പറയുന്ന കുറച്ച് സെലക്ടഡ് എസ്സേ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ കുറച്ച് ഇത്തരത്തിലുള്ള കമ്മീഷനെ പറ്റി, സോ കൊത്താരി കമ്മീഷൻ ഉൾപ്പെടെയുള്ള പല കമ്മീഷനെ പറ്റിയും 3 ലാംഗ്വേജ് ഫോർമുലയെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ ഹിന്ദി ഇൻക്ലൂഡ് ചെയ്തതിനെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് പറയാം. ആർട്ടിക്കിൾസ്, അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് എടുത്തു പറയാം. ദെൻ ലിറ്ററേച്ചറും ലാംഗ്വേജും, ഈ പല ലാംഗ്വേജസിലെ, ഇപ്പം തമിഴ് നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യമാണ്, തമിഴ്നാട്ടിലാണ് ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നത്. ചരിത്രം ഓർക്കണം എന്നൊക്കെ സ്റ്റാലിൻ ഈ അടുത്ത് പറയുകയുണ്ടായി. സോ അത്തരത്തിലുള്ള ചരിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ ബോധം ഈ എസ്സേസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. റാദർ ദാൻ നമ്മൾ മീറായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ബബിൾ ചെയ്യുന്നതല്ലാതെ ശരിക്കും ഈ ഇത്തരത്തിലുള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റുകളിൽ നടന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ ഈ പറയുന്ന കണക്ക് നോൺ ഹിന്ദി നേറ്റീവ് സ്പീക്കേഴ്സ്, അല്ലെങ്കിൽ ഹിന്ദി നേറ്റീവ് ലാംഗ്വേജ് അല്ലാത്തവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന ഐഡന്റിറ്റി ക്രൈസിസ്, സ്പിരിച്വൽ ലോസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 3 ലാംഗ്വേജ് ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെപ്പറ്റി എഴുതാം. റീസെന്റ് അപ്ഡേറ്റ്സ്, ഈ അടുത്ത് നടന്ന ആ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിന്റെ ഒക്കെ ഹിന്ദി അറിയാത്തവരെ അതിൽ പരിഗണിക്കില്ല എന്ന് പറഞ്ഞതും പിന്നീട് അത് തിരുത്തിയതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേ
എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു നേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോഴും ആ ഒരു വൺ നേഷൻ ഫീലിംഗ് ഇല്ലാത്തത് നമുക്കൊരു നാഷണൽ ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം അതിനെ പറ്റി നിങ്ങൾക്ക് പറയാം. സോ ഒരു എസ്സേ റൈറ്റിംഗിൽ ഇത്തരത്തിലുള്ള ഒരു ടോപ്പിക് കിട്ടിയാൽ നിങ്ങൾ ആദ്യം ജോട്ട് ഡൗൺ ചെയ്യേണ്ട പോയിന്റ്സ് ഇതാണ് എന്ന് പറഞ്ഞ ഒരു എസ്സേ ഇങ്ങനെയാണോ ക്രാഫ്റ്റ് ചെയ്യേണ്ടത്? അല്ല, നമുക്ക് എസ്സേ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണം എന്നുകൂടി നോക്കാം. നമ്മൾ എസ്സേ എഴുതുമ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയുടെ ആ ഒരു മൾട്ടി ലിംഗ്വൽ ലാൻഡ് ആണ്. ഇപ്പം എത്ര ഭാഷകളുണ്ട് ഇന്ത്യയിൽ, അതിൽ എത്ര എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര ഹെറിറ്റേജ് ലാംഗ്വേജസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. സോ അങ്ങനെ വളരെ പോസിറ്റീവായുള്ളൊരു രീതിയിൽ നമുക്ക് ഇന്ത്യയെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ എസ്സേ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഈ എസ്സേയിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആയിട്ടുള്ള ഹിന്ദിയെ പറ്റിയും ഇംഗ്ലീഷിനെ പറ്റിയും, ഇഷ്യൂസ് അല്ല, ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഹിന്ദി ലാംഗ്വേജിനെ പറ്റിയും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റിയും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ തുടങ്ങുന്ന ഓരോ പാരഗ്രാഫുകളും ഒരു സബ് തീമിനെ വെച്ചുകൊണ്ടായിരിക്കണം. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ആ ഒരു നോർത്ത് ആൻഡ് സൗത്ത് ഡിവൈഡ്, സ്പിരിച്വൽ ലോസ്, അതുപോലെ തന്നെ അതൊക്കെ വെച്ച് തുടങ്ങാം. ദെൻ ലിറ്ററേച്ചറിനെ പറ്റി എഴുതാം. കമ്മീഷൻസ് ആൻഡ് ആർട്ടിക്കിൾ ഒരു പാരഗ്രാഫിലാക്കി എഴുതാം. ദെൻ റീസെന്റ് അപ്ഡേറ്റ്സ് എല്ലാം എഴുതാം. റീസെന്റ് അപ്ഡേറ്റ്സ് ടു നമുക്ക് ആ ഒരു പഴയ ഹിസ്റ്ററിക്കൽ ഇഷ്യൂസ്, ആ നടന്ന പ്രക്ഷോഭങ്ങൾ, വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ, കടകത്തിക്കൽ, അതുപോലെ തന്നെ പല ഇൻഡസ്ട്രീസിനെയും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെന്ത് ചെയ്യുന്നുണ്ട്, അടിച്ചു പൊട്ടിക്കുന്ന കാഴ്ചകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അടുത്തൊരു പാരഗ്രാഫായിട്ട് സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കുന്നതും ഇംഗ്ലീഷിനെ തേർഡ് ലാംഗ്വേജ് ആക്കണോ സെക്കൻഡ് ലാംഗ്വേജ് ആക്കണോ അത്തരത്തിൽ നടന്ന ചർച്ചകളെ പറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ദെൻ ലാസ്റ്റിൽ ആ ഒരു വൺ നേഷൻ ഫീലിംഗ് നമുക്കില്ല, അതിന് നമുക്ക് എന്ത് ഓൾട്ടർനേറ്റീവ് ചെയ്യാൻ പറ്റും, 2 ലാംഗ്വേജ് എങ്കിലും പഠിക്കാം. അപ്പം അത്തരത്തിലുള്ള നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടി പറഞ്ഞ് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എസ്സേ കൺക്ലൂഡ് ചെയ്യാം. നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഇത്തരത്തിലാണ് നമ്മളൊരു എസ്സേ ക്രാഫ്റ്റ് ചെയ്യുന്നത്. നമുക്ക് മൾട്ടി ലിംഗ്വൽ ലാൻഡിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് പാരഗ്രാഫിൽ വൺ നേഷൻ ഫീലിംഗിലേക്ക് വരാം. 3-4 പാരഗ്രാഫിൽ ഓരോ പാരഗ്രാഫും ഓരോ സബ് തീമുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാം. എന്നാൽ ഇതെല്ലാമായിട്ട് എന്ത് ചെയ്യണം, ഒരു കണക്ഷൻ ഉണ്ടാവുകയും വേണം. ഇത്തരത്തിലായിരിക്കണം നിങ്ങളൊരു എസ്സേ എഴുതുന്നത്. ഞാൻ വെറുതെ കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലും നല്ല പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എഴുതാം. പക്ഷെ ഓർക്കേണ്ട കാര്യം, ഒരു എസ്സേ എന്ന് പറയുന്നത് ഒരു സബ് തീം ആവരുത്. ഒരു എസ്സേ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അതിൽ കുറേ സബ് തീംസ് വരണം, എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ പൊതുവെ പൊളിറ്റിക്കൽ റിലീജിയസ് ഇഷ്യൂസിനെ പറ്റി നിങ്ങൾക്ക് സൂചിപ്പിക്കാം, പക്ഷെ അതിനെപ്പറ്റി ഒരുപാട് നിങ്ങൾ അങ്ങ് സ്ട്രെസ് കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് മേ ബി വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് കാണും, പക്ഷെ ഇത്തരത്തിലുള്ള എക്സാമുകളിൽ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്നായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത് വൈ നോട്ട് ഇലക്റ്റഡ് ഗവർണേഴ്സ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഗവർണറെ ഇലക്ട് ചെയ്യാത്തത്? ഒരു ഗവർണർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആ സംസ്ഥാനത്തെ പല സർവകലാശാലകളിലും വലിയ അധികാരമുള്ള പോസ്റ്റാണ്. അത് മാത്രമല്ല, ഗവർണറിന് എപ്പോഴും കുറെ ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ ശിക്ഷാവിധി ഇളവ് ചെയ്തു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. പിന്നെ കുറെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റീസ് ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പം മിയർലി ഈ പോസ്റ്റിലോട്ട് ഒരാൾ എത്താൻ വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. ബാക്കിയെല്ലാം പൊളിറ്റിക്കൽ നിയമനമാണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഇത്രയും വലിയ അധികാരങ്ങളുള്ള ഒരു പോസ്റ്റിൽ എത്താൻ ഈ ക്രൈറ്റീരിയ മതിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്റ്റഡ് ഗവർണർ എന്തുകൊണ്ട് വേണ്ട, നമ്മുടെ ഗവർണർ ഇലക്റ്റഡ് ആയിക്കൂടെ എന്നുള്ളതും റീസെന്റ് ഇഷ്യൂസും. ഇപ്പം റീസെന്റ് മാത്രമല്ല, ഇന്ത്യ ചരിത്രം നോക്കിയാൽ തന്നെ വലിയ ഈ ഗവർണർമാരും സ്റ്റേറ്റുമായിട്ട് നടക്കുന്ന വലിയ ഒരു യുദ്ധം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈവൻ പോണ്ടിച്ചേരിയിലും കർണാടകയിലും ഒക്കെ ചരിത്രത്തിൽ നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അത് മാത്രമാണോ ഈ അടുത്ത് നടക്കുന്ന ഇഷ്യൂസ്? അപ്പം എന്തുകൊണ്ട് ഗവർണറെ ഇലക്ട് ചെയ്തുകൂടാ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. സോ ഇങ്ങനത്തെ വൈ നോട്ട് ഇലക്റ്റഡ് ഗവർണേഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ, നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
എന്നാൽ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെയുള്ള ടോപ്പിക്സ് ഡീറ്റെയിൽ നിങ്ങൾക്കറിയാം. നമ്മൾ പൊതുവേ ഇൻ ആപ്പിൽ കവർ ചെയ്യുന്നത് ഒരു എസ്സേ എടുത്തിട്ട് ആ എസ്സേയുടെ കംപ്ലീറ്റ് ഫോർമാറ്റ് നിങ്ങളെ കാണിച്ചു തന്ന് അതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെയൊക്കെ എഴുതണം അതിന്റെ സ്റ്റൈലിസ്റ്റിക്സും പ്ലസ് ഇൻഫർമേഷനും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ ക്ലാസ് കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്ക് വരാം, അതിൽ ഏതൊക്കെ പോയിന്റ് നിങ്ങൾ എഴുതണം, നമ്മൾ ആ സ്റ്റൈലിസ്റ്റിക്സ് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൽ ഏതൊക്കെ കണ്ടന്റ് കൊടുക്കണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വൈ നോട്ട് ഇലക്റ്റഡ് ഗവർണേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് എഴുതണം. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇങ്ങനൊരു ടോപ്പിക്ക് വന്നാൽ ആദ്യം നിങ്ങൾ ആ പോസ്റ്റിനെ പറ്റി എഴുതണം. ആരാണ് ഗവർണർ, എന്താണ് ഒരു ഗവർണറിന്റെ ഉത്തരവാദിത്തങ്ങൾ, എങ്ങനെയാണ് ഗവർണറെ ഇലക്ട് ചെയ്യുന്നത്, സോ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പം ആ ഒരു എന്താണ് അതിന്റെ ആ ഒരു പോസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടീസ് എഴുതാം. ദെൻ പണ്ട് ഈ ഡ്യൂട്ടീസ്, അതായത് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമ്മുടെ ഭരണ വ്യവസ്ഥയിൽ അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ എഴുതാം. അതുപോലെ തന്നെ ആ ഒരു കൊളോണിയൽ ഹിസ്റ്ററി, നിങ്ങൾക്കറിയാം ഒരു കൊളോണിയൽ പോസ്റ്റ് ആണ് ഗവർണർ എന്ന് പറയുന്നത്, ഒരു കൊളോണിയൽ പോസ്റ്റ് ആണെന്ന് അറിയാം. ആ ഒരു ബ്രിട്ടീഷ് ഒറിജിനും അതിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളും അമേരിക്കയിൽ എങ്ങനെയാണ്, അപ്പം നിങ്ങൾക്ക് അതൊക്കെ അറിയാമെങ്കിൽ മസ്റ്റ് അല്ല, പക്ഷെ തെറ്റുകൾ എഴുതാതിരിക്കുക. അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതാം. പിന്നീട് ഏറ്റവും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഗവർണേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ പ്ലസ് നമ്മുടെ ഭരണ സംവിധാനത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എടുത്തു പറയാൻ തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് കയറി നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗിൽ വേണമെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എഴുതാം, എങ്കിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ എഴുതാവൂ. ആ ഒരു ഡിബേറ്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആയിട്ട് അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ അതിനെപ്പറ്റി മാത്രമാണ് ചോദിച്ചതെന്ന് വിചാരിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, പലപ്പോഴും പണ്ട് ഈ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് വലിയൊരു നേതാവ് ചോദിച്ചതാണ് ആടുക്ക് താടിയും നാടുക്ക് ഗവർണറും തേവയില്ല എന്ന് പറഞ്ഞതാണ്. സോ അത്തരത്തിൽ പൊളിറ്റീഷ്യൻസുമായിട്ട് ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. സോ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് സൂചിപ്പിക്കാം. വേണമെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് പാരഗ്രാഫിൽ തന്നെ ഒരു ഹിന്റ് കൊടുക്കാം. പക്ഷെ അതിലുപരി ഈ ഒരു എസ്സേ നിങ്ങൾ തുടങ്ങേണ്ടത് വളരെ കമ്പോസ്ഡ് ആയിട്ട് ആ ഒരു പോസ്റ്റിനെ പറ്റിയും അതിന്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സാധ്യതകളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. പ്ലസ് ആ റീസെന്റ് ഇഷ്യൂസുമായിട്ടൊക്കെ ആഡ് ചെയ്താൽ അതൊരു ഗംഭീര ഓപ്പണിംഗ് ആയിരിക്കും. ടൈറ്റിൽ ഇടുമ്പോഴും നന്നായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം ഇടാൻ. ദെൻ പിന്നീട് വരുന്ന പാരഗ്രാഫുകളിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാരഗ്രാഫ്സ് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പാരഗ്രാഫ് ഒരു സബ് ടോപ്പിക്കിൽ നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ. അതായത് ഒരു പാരഗ്രാഫ് ഒരു മെയിൻ ഐഡിയയെ പറ്റി പറയുന്ന രീതിയിലാണ്. പണ്ട് കാലത്ത് അപ്പം പ്രധാന ക്വസ്റ്റ്യൻ, ഇപ്പൊ നിങ്ങൾ വെറുതെ കുറെ കാര്യങ്ങൾ എഴുതുന്നതിലും എന്തുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗവർണറെ എന്ത് ചെയ്യാത്തത്, ഇലക്ട് ചെയ്യാത്തത്? അന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എഴുതുന്നതിന്റെ കൂടെ തന്നെ അംബേദ്കർ പുട്ട് ഫോർവേഡ് ചെയ്ത ഒരു കാര്യമാണ് നമുക്ക് ഇലക്ട് ചെയ്തെടുക്കാം. പക്ഷെ അന്ന് ഇന്ത്യയിലെ പല നേതാക്കളും, ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള പല നേതാക്കളും പറഞ്ഞ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം പല സ്റ്റേറ്റുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പം ഒരു സ്റ്റേറ്റിന്റെ ലീഡർ എന്ന് പറയുന്നത്, അപ്പൊ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ തനത് വികാരങ്ങളുണ്ട്. ലൈക്ക് കേരളത്തിനും തമിഴ്നാടിനും ഒക്കെ അവർ ഓരോരുത്തരും അവരുടേതായ കുറെ കാര്യങ്ങൾ ഉള്ളവരാണ്. അപ്പം ഇലക്ട് ചെയ്ത, അതായത് ആ നാട്ടിലെ ആൾക്കാർ തന്നെയാണ് ഗവർണറെ എന്ത് ചെയ്യുന്നതെങ്കിൽ ഇലക്ട് ചെയ്യുന്നതെങ്കിൽ ആ നാടിനൊരു ഇഷ്യൂ വരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഫെഡറേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു യൂണിയനിൽ നിന്ന് അവർക്ക് വിട്ടുമാറണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും, അത് കുറച്ചുകൂടി എളുപ്പമാവും. പക്ഷേ ഗവർണറെ സെൻട്രൽ ആയിട്ടുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് നിയമിക്കുകയും എല്ലാ സ്റ്റേറ്റിലും അതുപോലെ ഒരു അതോറിറ്റി ഉണ്ട് എങ്കിൽ അവർക്ക് ആൾക്കാരെ പിടിച്ചു നിർത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എനിക്ക് തോന്നുന്നു കൺവേ ആവുന്നുണ്ടോ എന്ന് തോന്നുന്നു. അതായത് ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റ്സും ഡിവൈഡ് ചെയ്ത് പോകുമെന്നാണ് ഒരു കാലഘട്ടം വരെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് തകരുമെന്നാണ് ഒരു കാലഘട്ടം വരെയും മറ്റു രാജ്യങ്ങൾ ഉൾപ്പെടെ വിചാരിച്ചിരുന്നത്. അതേ ഒരു ഫീലിംഗ് ഇന്ത്യയിലെ തന്നെ പൊളിറ്റീഷ്യൻസിനും ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മളിങ്ങനെ പല സ്റ്റേറ്റ്സും സ്വാതന്ത്ര്യം വേണമെന്ന് പറയുകയും
അതായത് രാജ്യത്തിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചു. സോ ഗവർണറെ ആ നാട്ടിലെ ആൾക്കാർ തന്നെയാണ് ഇലക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവരെ പിടിച്ചു നിർത്താൻ ആരും കാണത്തില്ല. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ നേരിട്ടുള്ള ഒരു അതോറിറ്റി ആയിട്ട് ഇലക്റ്റഡ് അല്ലാത്ത ഒരാള്, ഒട്ടുമിക്കപ്പോഴും ആ സ്റ്റേറ്റിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരാളായിരിക്കും എന്ത് അവിടെ ഗവർണറായിട്ട് വരുന്നത്. അപ്പം എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെ ആ ഒരു സെൻട്രൽ ഗവൺമെന്റിന് ഒരു അതോറിറ്റി കാണും. ഇങ്ങനെ ഒരു തോട്ട് വന്നാൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാനല്ല, അതിനെ ഒപ്പോസ് ചെയ്യാൻ ഒരാള് ആ സ്റ്റേറ്റിൽ കാണും. അതുകൊണ്ട് ഗവർണർ ഇലക്റ്റഡ് ആവേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ക്വാസി ഫെഡറൽ പൊളിറ്റിയും പിന്നെ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് രണ്ടാമത്തെ പാരഗ്രാഫ് മനോഹരമാക്കാം. പിന്നെ യു ക്യാൻ സേ അബൌട്ട് ദി പ്രസന്റ് കോൺഫ്ലിക്റ്റ്. ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഫ്ലിക്റ്റ് എന്താണ്? എല്ലാ കാലഘട്ടത്തും റൂളിംഗ് അതോറിറ്റീസ് സെൻട്രൽ ഗവൺമെന്റ് അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ, ഒപ്പോസിഷൻ ആണ് ആ സ്റ്റേറ്റ് ഭരിക്കുന്നതെങ്കിൽ നടപ്പിലാക്കാൻ ഗവർണേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹിസ്റ്ററി അറിയാമെങ്കിൽ അത് ആഡ് ചെയ്ത് തേർഡ് പാരഗ്രാഫ് ഭദ്രമാക്കാം. ദെൻ എബൌട്ട് എപ്പോഴും ഞാൻ പറയാറുള്ള കണക്ക് ആർട്ടിക്കിൾസ്, ഇപ്പൊ 153 ആർട്ടിക്കിൾ 356 ആർട്ടിക്കിൾ ഒക്കെ ഈസ് റിലേറ്റഡ് ടു ദിസ്, ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. 153, 356 ഒക്കെ ഈ ഒരു ഗവർണർ റിലേറ്റഡ് ആണ്. ആ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഫോർത്ത് പാരഗ്രാഫിൽ നിങ്ങൾ ഒതന്റിക് ആണ് എന്ന് എസ്സേ വായിക്കുന്ന ആളുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു വെക്കാം. ദെൻ ഇതിന്റെ അപ്പോയിന്റ്മെന്റ് മെറിറ്റിലാണോ, നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ഒരു സെൽഫ് അനലിറ്റിക്കൽ സ്കിൽ അടുത്ത പാരഗ്രാഫിൽ കാണിക്കാം. ലൈക്ക് ഈ പറയുന്ന കണക്ക് 35 വയസ്സും ഇന്ത്യൻ പൗരനുമായ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ, ആർക്ക് വേണമെങ്കിലും ഗവർണർ ആവുന്നത് ശരിയാണോ? അപ്പം ഇതിൽ തന്നെ കുറച്ച് ക്രൈറ്റീരിയാസ് ആഡ് ചെയ്തൂടെ? അപ്പം ലൈക്ക് വൈസ് യു ക്യാൻ സ്റ്റേറ്റ് യുവർ ഓൺ വ്യൂ പോയിന്റ് ആൻഡ് ഓൾ ദാറ്റ്. ദെൻ ഈ APJ അബ്ദുൽ കലാം ഉൾപ്പെടെ ഞാൻ പറഞ്ഞതാണല്ലോ, ഇലക്റ്റഡ് ഗവർണേഴ്സിന്റെ പോസിബിലിറ്റിയെ പറ്റി പറഞ്ഞപ്പോഴും അത് അംഗീകരിക്കാത്തത് ഇന്ത്യ വിഘടിച്ചു പോകുമോ എന്നുള്ള നമ്മുടെ പേടി കൊണ്ടായിരുന്നു. സോ ആ കാര്യങ്ങൾ ഒന്നുകൂടെ എൻഫോഴ്സ് ചെയ്ത് നിങ്ങൾ പറയണം. പിന്നീട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം എൻഡ് ചെയ്യാൻ. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇഷ്യൂ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ് മോശമാണെന്നോ നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ മോശമാണോ എന്നോ അല്ല അതിനർത്ഥം. സോ എസ്സേ എൻഡ് ചെയ്യുമ്പം എപ്പോഴും പോസിറ്റീവായിട്ട് എൻഡ് ചെയ്യണം. ഇതൊരു അത്യാവശ്യം നല്ല സ്ട്രക്ചർ ആയിരിക്കും നിങ്ങളുടെ എസ്സേ ക്രാഫ്റ്റ് ചെയ്യാൻ. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ പോസ്റ്റ്, പ്രസന്റ് കോൺഫ്ലിക്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി. അബൌട്ട് ദി കൊളോണിയൽ ഹിസ്റ്ററി കോൺട്രിബ്യൂഷൻസ്, അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇത്രയും വെച്ച് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഓപ്പണിംഗ് ആയി. ദെൻ യു ക്യാൻ ഇത് ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് ആ ഒരു ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ് എന്തുകൊണ്ട് എലക്റ്റഡ് ആവുന്നില്ല അതിനെപ്പറ്റി എഴുതാം, ആ ഒരു ഹിസ്റ്ററിയെ പറ്റി എഴുതാം. ദെൻ എങ്ങനെയാണ് ഈ ഒരു പ്രസന്റ് കോൺഫ്ലിക്റ്റ്, പഴയ ഹിസ്റ്ററി, ഈ പറയുന്ന കണക്ക് ആ അടുക്ക് താടിയും ക്യാൻ ഓൾസോ യൂസ്, എല്ലാം നിങ്ങൾക്ക് എഴുതാം. നല്ല ഭംഗിയായിട്ട് എഴുതി എസ്സേ മനോഹരമാക്കാം. ആടുക്ക് താടിയും നാടുക്ക് ഗവർണറും തേവയില്ലേ, യു ക്യാൻ റൈറ്റ്. അതിന്റെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ അർത്ഥം എന്താണെന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. യു ക്യാൻ റൈറ്റ് ലൈക്ക് വൈസ്. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. എസ്സേയിൽ നമുക്ക് അങ്ങനത്തെ ഉള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ദെൻ അബൌട്ട് ദി ആർട്ടിക്കിൾസ് 356, 153 ഒക്കെ നിങ്ങൾക്ക് അതിനെപ്പറ്റി എഴുതാം. ദെൻ ഇവരുടെ അപ്പോയിന്റ്മെന്റ് മെറിറ്റ്, ഇവിടെ നിങ്ങളുടെ വ്യൂ പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പോസിറ്റീവായിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ ആ എസ്സേ ഒരു റാങ്ക് മേക്കിംഗ് എസ്സേ ആയിട്ട് മാറുന്നുണ്ട്. സോ ഇത്തരത്തിൽ വേണം. അല്ലാതെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കാണുമ്പോഴേ എന്നാൽ പിന്നെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയും വൈസ് ചാൻസലറുമായിട്ടുള്ള ഇഷ്യൂസും നടന്ന സമരങ്ങളും അദ്ദേഹത്തെ തടഞ്ഞതും ഒക്കെ അതിനെപ്പറ്റി മാത്രം നിങ്ങൾ എഴുതരുത്. നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ബ്രെയിൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. ബിക്കോസ് നമ്മുടെ കംപ്ലീറ്റ് അറ്റൻഷനെ നമ്മൾ ഒരിടത്ത് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ വേണേൽ അതിനെപ്പറ്റി എഴുതാം, അത്തരം ഡീറ്റെയിൽസിനെ പറ്റി എഴുതാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിനെപ്പറ്റി മാത്രമായിട്ട് നിങ്ങൾ എഴുതരുത്. നിങ്ങൾ ഇത്തരത്തിൽ കമ്പോസ്ഡ് ആയിട്ട് ഏത് എസ്സേ ടോപ്പിക്ക് കിട്ടിയാലും ഇത്തരത്തിൽ കമ്പോസ്ഡ് ആയിട്ട് അതിൻ്റെ സ്റ്റൈലിസ്റ്റിക്സും പ്ലസ് കണ്ടന്റും ചേർത്ത് വേണം എഴുതാൻ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മൂവിങ് ടു ദി തേർഡ് ടോപ്പിക്, സറോഗേറ്റ് മദർഹുഡ്. കേൾക്കുമ്പോഴേ സന്തോഷം വരും. കാര്യം നമ്മളിപ്പോൾ നയൻതാരയെ പറ്റി വായിച്ചു, പണ്ട് നമ്മൾ പ്രിയങ്ക ചോപ്രയെ പറ്റി വായിച്ചു. സോ നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം, എന്നാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് എഴുതാം. ഇത് ശരിയല്ലെന്നോ ശരിയാണെന്നോ ഒക്കെ എഴുതാം എന്നുള്ള ആവേശം നമ്മുടെ മനസ്സിലോട്ട് വരും. പക്ഷെ അങ്ങനെയല്ല എസ്സേ ക്രാഫ്റ്റ് ചെയ്യേണ്ടത്.
അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ബിക്കോസ് ചില ടോപ്പിക്സ് കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാനുണ്ടാവും എന്നൊരു തോന്നൽ വരും. പക്ഷേ വൺസ് നിങ്ങൾ എഴുതി തുടങ്ങുമ്പം ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ് ടോപ്പിക്കിലായിരിക്കും നിൽക്കുന്നത്. സോ നിങ്ങൾ സബ് ടോപ്പിക്കിലാണോ നിൽക്കുന്നത് അതോ മെയിൻ ടോപ്പിക്കിലാണോ നിൽക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാനത് ആദ്യത്തെ ക്ലാസ് തൊട്ടേ പറയുന്നതാണ്. ഫിലോസഫിക്കൽ ക്വസ്റ്റ്യനും സയന്റിഫിക് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്, റിലവന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, കിട്ടുന്ന 2 ടോപ്പിക്കുകളും എഴുതി വെച്ച് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് നിങ്ങൾ എഴുതി നോക്കണം. ഇതില് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് നിങ്ങൾക്ക് ഏത് ഹെഡിങ്ങിനാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. ഇനി കിട്ടിയ പോയിന്റ്സിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പോയിന്റ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് വേണം. രണ്ടും വേണം. വെറുതെ കുറച്ച് പോയിന്റ്സ് എഴുതാതെ കിട്ടിയ പോയിന്റ്സിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പാരഗ്രാഫ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എസ്സേയിലേക്ക് പോവാൻ. സോ സറോഗേറ്റ് മദർഹുഡ് ഇപ്പൊ നമുക്ക് വളരെ റിലവന്റ് ആണ്. ഒന്ന്, അതിനെപ്പറ്റി ഒരുപാട് ഡിസ്കഷൻസ് നടന്നു കഴിഞ്ഞു. 2, ഇനിയത്തെ കാലത്ത് ഈ പ്രൊഫഷനും ഹെൽത്തും അതുപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ ഇഷ്യൂസ് ഉള്ള കാലത്ത് ഇത് ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടോപ്പിക്ക് വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി മാത്രമാണ്. അതായത് ഇപ്പം കുറച്ച് ഡിസ്കഷൻസ് നടന്ന ടോപ്പിക്സിനെ പറ്റി മാത്രമാണ്. പഴയ എന്നാൽ വളരെ കാതലായ ടോപ്പിക്സിനെ പറ്റി എല്ലാം നിങ്ങൾക്കും അറിയാം. കുറെ പോയിന്റ്സ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള ടോപ്പിക്സ് കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് തന്നെ. സോ സറോഗേറ്റ് മദർഹുഡ് എന്ന് ഒരു ടോപ്പിക് വന്ന ആദ്യം നിങ്ങൾ സറഗസി എന്താണ് എന്ന് പറയണം. അതായത് എന്താണ് വാടക ഗർഭധാരണം എന്നുള്ളത് പറയണം. സോ ചൈൽഡ് ബർത്തിൽ വെച്ച് നമുക്ക് തുടങ്ങാം. ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ് അല്ല, അതൊരു കോംപ്ലക്സ് പ്രോസസ് ആണ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞ ഒരു അത്ഭുതമാണ്. സോ അതൊരു കോംപ്ലക്സ് പ്രോസസ് ആണെങ്കിൽ പോലും അതിന് അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. അത് മാത്രമല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മാനവരാശി നിലനിൽക്കാൻ തന്നെ, നമ്മുടെ സർവൈവലിന് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ തന്നെ അതിന് ഡിഫിക്കൽറ്റി ഉണ്ട്. ബിക്കോസ് ആ ഒരു പ്രോസസ് ഈസ് ഈക്വലി അമ്മയ്ക്കും പ്രശ്നം വരാവുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ഡിഫിക്കൽറ്റി ഉണ്ട്. വർക്കിംഗ് ആണ് എങ്കിൽ നമ്മൾ അത് നിർത്തേണ്ടി വരും. എസ്പെഷ്യലി ഒരു ലേറ്റ് 9 months തൊട്ട് ഒരു 3-6 months വരെയൊക്കെ കുഞ്ഞിനെ കെയർ ചെയ്യേണ്ടി വരും. അപ്പം അതിന് അതിൻ്റെതായ ഡിഫിക്കൽറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം ഇതിനെല്ലാം ഒക്കെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് സറഗസി വരുന്നതെന്ന് പറയാം. ഇതിനൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട്, ലൈക്ക് ചിലർക്ക് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് കാണും, ഏജ് കൂടുതലായവർക്ക് കാണും, ചിലർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ഇൻഫെർട്ടിലിറ്റി മൂലം ഈ ഒരു മാർഗത്തിലോട്ട് മാറേണ്ടവർ കാണും, ചിലർ ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് അങ്ങനെ മാറേണ്ടി വരും, ചിലർക്ക് മൈൻഡ് കാണത്തില്ല, ദേ മേ ബി നോട്ട് ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. സോ ഇതിനൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് സറഗസി വരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാരഗ്രാഫ് വിൽ ബി വെരി ഗുഡ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഈ പാരഗ്രാഫ് തന്നെ എൻഡിങ്ങിൽ ചേർക്കാം സെലിബ്രിറ്റികളുടെ കൊണ്ട്, ലൈക്ക് നയൻതാര, വിഘ്നേഷ് ശിവൻ, അത് വേണമെങ്കിൽ അല്ലെങ്കിൽ പേരെടുത്ത് പറയാതെ നമുക്ക് പറയാം ഇപ്പൊ ഇത് വലിയൊരു ഹോട്ട് ടോപ്പിക് തന്നെയാണ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പാരഗ്രാഫ്. ബട്ട് പ്രൊവൈഡഡ് ഇത്രയും എഴുതിയിട്ട് വേണം നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന കാര്യം നമ്മൾ എഴുതാൻ. സോ അതാണ് കൺട്രോളിങ് ഈസ് പവർ. അപ്പം എന്റെ മനസ്സിലായാലും നിങ്ങളുടെ മനസ്സിലായാലും ഈ ടോപ്പിക്ക് കാണുമ്പോൾ ആദ്യം നമുക്ക് നയൻതാരയെ പറ്റിയും വിഘ്നേഷ് ശിവനെ പറ്റിയും അവരുടെ ഉയിരും ഉലകത്തെയും പറ്റിയും ഒക്കെ എഴുതാൻ തോന്നും. പക്ഷെ കൺട്രോളിങ് ഈസ് പവർ. ഓക്കെ, സോ ഇത്ര എഴുതിയിട്ട് വേണം സറഗസിയെ പറ്റി നമ്മൾ എഴുതാൻ വേണ്ടി. ദെൻ ഫോളോഡ് ബൈ, ഈ സറഗസിയെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും എടുത്തു പറയുന്നത്, ഇത് നിങ്ങൾക്ക് ടൈറ്റിലായിട്ടും യൂസ് ചെയ്യാം, റെൻഡേവും. അതായത് നമ്മളൊരു ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുകയാണ്. സോ അതാണ് സറഗസി എന്ന് പറയുന്നത് തന്നെ. നമ്മൾ ഒരു ഗർഭപാത്രം തന്നെ റെന്റ് ചെയ്യുകയാണ്. ദിസ് ക്യാൻ ബി ഓൾസോ കുറച്ചൊന്ന് ഫ്രെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടൈറ്റിലായിട്ട് വേണമെങ്കിലും ഇടാം. ഇനി എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് കൃത്യമായിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. സോ ദാറ്റ് കുറച്ച് ഓർഡേർഡ് ആണ്, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എഴുതുന്നത്. മാത്രമല്ല അതിൽ കണ്ടന്റ് വാല്യൂസ് ഉണ്ട് എന്ന് വായിക്കുന്നവർക്ക് തോന്നും. ഒന്ന്, ഇൻഫെർട്ടിലിറ്റി, കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തവർക്ക് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇത് കൊടുക്കാം. ചിലർക്ക് പേടിയായിരിക്കും, ഫിയർ ആയിരിക്കും, ആ ഒരു ഫിയർ കൺസേൺ ഉള്ളവർക്ക് യൂസ് ചെയ്യാം. ഹെൽത്ത് ഇഷ്യൂസ്, അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചിലരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ബിസി ആയിരിക്കും. സോ ദാറ്റ് അവർക്ക് ഒരു വർഷം
അല്ലെങ്കിൽ 1.5 വർഷം ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യാൻ കാണത്തില്ല. സോ ബിസി ആയിട്ടുള്ളവർ കാണും. പിന്നെ ചിലർക്ക് ബയോളജിക്കൽ ലിമിറ്റേഷൻസ് കാണും. ദേ കാൺട്ട് നാച്ചുറലി കൺസീവ്, അല്ലെങ്കിൽ കൺസീവ് ചെയ്താലും അവർക്ക് കുഞ്ഞിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബിയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത് ഒരുപാട് വലിച്ചു നീട്ടാതെ, ഈ ടോപ്പിക്സ് എല്ലാം ഒരുപാട് വലിച്ചു നീട്ടും തോറും അതിന്റെ ആധികാരികത പോവും. അതുകൊണ്ട് ഏറ്റവും ഷോർട്ടാക്കി ഓരോന്നിനെ പറ്റിയും ഓരോ സെന്റൻസോ 2 ഐഡിയാസ് ക്ലബ് ചെയ്ത് ഒരു സെന്റൻസ് ആയിട്ടോ ഒക്കെ സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് ഫ്രെയിം ചെയ്യാം. ബ്യൂട്ടി കൺസേൺ, ഇപ്പം നടിമാരൊക്കെ, സിനിമാ നടിമാരും അതുപോലെ തന്നെ ആക്ട്രസസ് ഒക്കെ അവരുടെ മോഡൽസ് ഒക്കെ അവരുടെ ബ്യൂട്ടി പോവാതിരിക്കാനും ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ആ ഒരു എസ്സേ ഫ്രെയിം ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ഐഡിയാസും സ്റ്റൈലിസ്റ്റിക്സും ഒരുപോലെ സമന്വയിപ്പിച്ച് എങ്ങനെ ഒരു എസ്സേ എഴുതാമെന്നുള്ളതാണ്. സോ ദിസ് ക്യാൻ ബി ചൈൽഡ് ബർത്തിനെ പറ്റിയുള്ള കോഡ്സ് ഒക്കെ അറിയാമെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ്, എന്നിട്ട് എസ്സേ തുടങ്ങാം. അപ്പോഴും ഒരു ഭംഗിയുള്ള ഒരു ഔട്ട്ലുക്ക് കിട്ടും. ദെൻ ഇതിന്റെ ഗ്രേ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസിനെ പറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഹിഡൻ ആയിട്ടുള്ള ഏരിയാസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ലൈക്ക് വൈസ് ഈ ഒരു സറഗസിയെ ഒരു വിൽപ്പനയാക്കുന്ന ഒരുപാട് ഏജൻസ് ഉണ്ട്. അതായത് ഫോറിനേഴ്സ് ഇവിടെ വന്ന്, കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ സറഗസി മാർക്കറ്റ് ഈസ് ചീപ്പർ, പക്ഷെ ഇവിടെ ഒരുപാട് നിയമ തടസ്സമുണ്ട്. ലീഗലി ആണെങ്കിൽ നിയമ തടസ്സമുണ്ട്, പക്ഷെ ഇല്ലീഗലായിട്ട് ഇപ്പോഴും ഫോറിനേഴ്സ് വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ സറഗസി മദേഴ്സിനെ മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഏജൻസ് നല്ലൊരു എമൗണ്ട് കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട്. സോ യു ക്യാൻ റൈറ്റ് അബൌട്ട് ദാറ്റ്. അതിലും ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് 3-4 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ യൂട്രസ് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്ന സ്ത്രീകളുടെ ഹെൽത്ത് അവര് ഭീകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇമോഷണലി വീക്ക് ആവുന്നുണ്ട്. അതിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് എന്നുള്ളത്, അവരുടെ ഫിസിക്കൽ ഹെൽത്ത്. സോ അതിനെപ്പറ്റി നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഇന്ത്യയിൽ ഇത് ലീഗൽ ആണോ, അത്തരം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം നിങ്ങൾക്ക്. ദെൻ ഇതിനെല്ലാം അപ്പുറത്താണ് മദർഹുഡ് എന്ന് പറയുന്ന ഇമോഷൻ. ഈ കുഞ്ഞിനെ ഡെലിവറിക്ക് ശേഷം ഉടനെ കൈമാറേണ്ട അവസ്ഥയാണ്. സോ ഈ അമ്മയുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഇമോഷൻസ് ആ കുട്ടിക്ക് ഭാവിയിൽ തിരിച്ചു വരാൻ, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുമ്പം ബി കമ്പോസ്ഡ്, കുറച്ച് കൺട്രോൾ വെച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ബിക്കോസ് ഓരോ അടുക്കി പറക്കി എഴുതണം. പല ഏജൻസികൾ, ഇപ്പം നമുക്ക് സറഗസിയെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയിലും ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഇമോഷണൽ പ്രശ്നം വരും. കാര്യം ഈ കുഞ്ഞുങ്ങളെ ഇവർ പിന്നെയും കാണാൻ സാധ്യതയുണ്ട്. ലൈക്ക് വൈസ് കുഞ്ഞിനറിയാം ഇതാണ് എന്നെ പ്രസവിച്ച അമ്മ. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഏജന്റ് വഴിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ലീഗലി ഡെലിവറി കഴിയുമ്പോൾ പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ഇവർക്ക് അറിയത്ത പോലും ഇല്ല. പക്ഷെ അതിൽ മണി ഇൻവോൾവ്ഡ് ആണ്. സോ അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഗ്രേ ഏരിയാസ് എഴുതുമ്പം നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതാവൂ. മാത്രമല്ല അത് കമ്പോസ്ഡ് ആയിട്ട് എഴുതാൻ ശ്രമിക്കണം. സോ ആ ഇമോഷൻസ് ഓവർ മണി എഴുതാം. ഏജൻസികളെ പറ്റി എഴുതാം. ഇന്ത്യയിലെ ദാരിദ്ര്യം ഇതിന് വലിയൊരു മാർക്കറ്റാണ്. ബിക്കോസ് അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്ത്രീകൾ അതിനു വേണ്ടി തയ്യാറാവുന്നത്. സോ അതിനെപ്പറ്റി എഴുതാം. ഇവിടുത്തെ ലീഗൽ ഇഷ്യൂസിനെ പറ്റി എഴുതാം. പിന്നീട് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് സെപ്പറേറ്റ് വേണമെങ്കിൽ എഴുതാവുന്ന ഒരു ടോപ്പിക്കാണിത്. അതായത് പലപ്പോഴും നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട്, ഈ സറഗസി പ്രോജക്റ്റിന്റെ ഇടയ്ക്ക് ഈ കപ്പിൾസ് തമ്മിൽ വഴക്കായിട്ട് അവർ പിരിഞ്ഞ് തിരിച്ച് ഫോറിൻ കൺട്രീസിലോട്ട് പോവുകയും ഈ കുഞ്ഞിനെ ബിയർ ചെയ്യുന്ന അമ്മ പിന്നീട് അതിന്റെ റെസ്പോൺസിബിലിറ്റി വഹിക്കേണ്ടി വരികയും ചെയ്യുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. റെയർ കേസസ് ഉണ്ടായിട്ടുണ്ട്. സോ ഒരു എത്തിക്കൽ കൺസേൺസിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദിസ് വിൽ ബി എ വെരി ഗുഡ് പാരഗ്രാഫ്. നിങ്ങൾ ഇച്ചിരി കെയർഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഒരു പാരഗ്രാഫ് ആയിരിക്കും. റിമെമ്പർ എൻഡ് വൈസിലി. കുറച്ച് ഇത്തരത്തിലുള്ള ടോപ്പിക്സ് കിട്ടുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സെലിബ്രിറ്റികളുടെ കാര്യമൊക്കെ ആഡ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻഡ് ചെയ്യാം. കുറച്ച് ബുദ്ധിപൂർവ്വം വേണം നമ്മൾ ഈ എസ്സേ എൻഡ് ചെയ്യാൻ. പക്ഷെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എസ്സേ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് എക്സ്ട്രാ ഇടേണ്ട പോയിന്റ്സ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. പിന്നീട് ഇതിന്റെ ഒരു ടോൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് സറഗസിക്ക് നേരെ ഓപ്പോസിറ്റ് ആണോ, അങ്ങനെ ഒരു ടോൺ ആയിരിക്കരുത് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ 2 സൈഡും പറയണം. അറ്റ് ദി സെയിം ടൈം നിങ്ങൾ കോൺട്രഡിക്റ്റ് ചെയ്യരുത്. എന്നാൽ നിങ്ങൾ കമ്പോസ്ഡ് ആണെന്ന് തോന്നുകയും വേണം. ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇത് കണക്കത്തുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്കൊക്കെ ഇതൊരു അനുഗ്രഹമാണ് ആക്ച്വലി. അപ്പൊ നമുക്ക് അതിനെ കംപ്ലീറ്റ്ലി തള്ളി പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും നിങ്ങൾ ഇതിന്റെ ഗ്രേ ഏരിയാസ് എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. സോ ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് എസ്സേ. ടൈറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ.
സോ അത്തരത്തില് ഒരു കയ്യൊതുക്കത്തോട് ഇത്തരത്തിലുള്ള ടോപ്പിക്സ് എടുക്കുമ്പോൾ ഒരു കയ്യൊതുക്കത്തോടു കൂടി എഴുതാൻ ആദ്യമേ ശ്രദ്ധിക്കണം. അണ്ടർ കൺട്രോളിലായിരിക്കണം നിങ്ങൾ എഴുതുന്ന ഓരോ വേർഡ് പോലും. ബിക്കോസ് നമുക്കറിയാത്ത കാര്യങ്ങൾ കാണും. ഇപ്പം ഈ ഏജന്റ് വൈസ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് സറഗസി ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. സോ അത്തരത്തിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു അറ്റൻഷൻ പോവരുത്. അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് വേണം ഈ സറഗസിയൊക്കെ നിങ്ങൾ എഴുതി എടുക്കാൻ. ഓക്കെ, സോ ഇതാണ് ഒരു നെക്സ്റ്റ് ടോപ്പിക്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ അത്യാവശ്യം ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് നോക്കൂ. സോ ദാറ്റ് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ ധൈര്യമായിട്ട് ഇത്തരത്തിലുള്ള ടോപ്പിക്സ് എഴുതുകയും ചെയ്യാം. പിന്നെ റിമെമ്പർ, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് എത്ര ആയാലും എല്ലാവരും എഴുതുന്ന ടോപ്പിക്കിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് കാണുമ്പോൾ ആ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഒരു സമാധാനം കാണും. ബിക്കോസ് ഇത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്കോർ മോർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബോധവും ഇല്ലാത്ത ടോപ്പിക്ക് പോയി എഴുതണമെന്നല്ല. എങ്കിൽ പോലും ആ ഒരു ഡിഫറൻസ്, ആ ഒരു യുണീക്നെസ് പെട്ടെന്ന് അറ്റൻഷൻ ക്യാച്ച് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് കുറേ ഇത് കണക്കത്തുള്ള എസ്സേസ് നിങ്ങൾ എഴുതി ഒന്ന് പരിശീലിക്കുക. ദെൻ നാലാമത്തെ ടോപ്പിക്കാണ് റൈറ്റ്സ് ഓഫ് ദി ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ, ഭിന്നശേഷി എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരുടെ അവരുടെ റൈറ്റ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം കോളേജ് അധ്യാപകൻ അല്ലെങ്കിൽ സ്കൂൾ അധ്യാപക നിയമനങ്ങളിലൊക്കെ ഇവർക്ക് വന്ന ഒരു റിസർവേഷൻ ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. സോ അതിന് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതിന്റെ ആ ഒരു പീരീഡിലും ഇൻകോർപ്പറേറ്റ് ചെയ്യാം. പക്ഷെ അതിനു മുൻപ് നമ്മൾ ഇതിന്റെ ബേസിക്കലി നമ്മൾ പറയേണ്ട കുറെ കാര്യങ്ങൾ ഈ എസ്സേയുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൽ ആദ്യത്തത്, എപ്പോഴും ഫസ്റ്റ് പാരഗ്രാഫ് ടോപ്പിക്കിലുള്ള കീ ടേമിനെ ഡിഫൈൻ ചെയ്യുന്നതാവുന്നു എങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ്. ലൈക്ക് വൈസ് നമ്മൾ ആദ്യം സറഗസിയെ പറ്റി പറഞ്ഞു, ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റി പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ഒരു മൾട്ടി ലിംഗ്വൽ കൺട്രി ആണെന്ന് പറഞ്ഞു. ലൈക്ക് വൈസ് നമ്മൾ ആദ്യം ഇവിടെ ഡിസബിലിറ്റിയെ എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. നമ്മൾ ആദ്യം ഡിസബിലിറ്റി എന്താണ്, ഇനി ആ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്. ഓർക്കുന്നുണ്ടാവും, കോളേജ് അധ്യാപകനെ കളിയാക്കി കുട്ടികൾ എണീറ്റ് നടന്നത്, കണ്ണ് കാണാത്ത കോളേജ് അധ്യാപകനെ കളിയാക്കി കുട്ടികൾ എണീറ്റ് നടന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ലൈക്ക് വൈസ് അവരുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, പഠിക്കുന്നതും ജോലി കിട്ടുന്നതും ഉൾപ്പെടെ. സോ അക്കാര്യങ്ങളും ഈ എസ്പെഷ്യലി ആ കീ ടേമിനെ എന്ത് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങാം. എക്സ്പ്ലെയിൻ ഡിസബിലിറ്റി, ചലഞ്ചസ് ഇൻ ലൈഫ് ആൻഡ് കരിയർ ഓഫ് കോഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിസേബിൾഡ് ഹെലൻ കെല്ലർ ഉൾപ്പെടെ നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. സോ അത്തരത്തിൽ ഇപ്പൊ ശാരദാദേവി എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ടീച്ചർ ഈസ് വെരി ഫേമസ്. ഡിസബിലിറ്റി സ്റ്റഡീസിൽ തന്നെയാണ് അവർ PhD ചെയ്യുന്നത്. ലൈക്ക് വൈസ് ലോക പ്രശസ്തമായതും അല്ലാത്തതുമായിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഫസ്റ്റ് പാരഗ്രാഫ് ഭയങ്കര ക്രെഡിബിൾ ആയിട്ട് തോന്നും. ദെൻ അവർക്കൊരു കറക്റ്റ് എൻവയോൺമെന്റ് കൊടുക്കേണ്ടതിന്റെ ആവശ്യം, നമ്മൾ എന്തുകൊണ്ട് റിസർവേഷൻ കൊടുക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ പോലും നമ്മൾ പലപ്പോഴും വീൽ ചെയറിലുള്ളവരെ ഉരുട്ടിക്കൊണ്ട് കയറാൻ പറ്റുന്ന രീതിയിൽ സ്റ്റെയർ കേസുകൾ നമ്മൾ മോൾഡ് ചെയ്യുന്നു, ഇതിന്റെ ആവശ്യം എന്താണ്, അത് റൂട്ട് ലെവലിൽ നിന്ന് നിങ്ങൾക്ക് സംസാരിച്ച് തുടങ്ങാം. ദെൻ ഇപ്പോഴത്തെ റീസെന്റ് അപ്ഡേറ്റ്സ്, ഇഷ്യൂസ്, റിസർവേഷൻ, ഇതിനെ പറ്റിയൊക്കെ പറയാം. ദെൻ അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്. ഇപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾ ടോപ്പിക്കിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഗോ ബാക്ക്, ടോപ്പിക്കിലേക്ക് തിരിച്ചു പോകണം. ഒരു കീവേഡേ ഉള്ളോ എന്ന് നോക്കണം. അല്ല, റൈറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എഗൈൻ അതാ ഞാൻ പറയുന്നത്, ഇടയ്ക്ക് നിങ്ങൾ പോയി നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പോകരുത്. സോ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്താണ്, അവരെ പറ്റിയുള്ള റൈറ്റ്സ് ആണ്. അവരുടെ റൈറ്റ്സ് ആണ് നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പം ഇടയ്ക്കൊന്ന് ടോപ്പിക്കിൽ പോയി തിരിച്ചു വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാര്യം നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും പതിഞ്ഞു പോയിട്ടുണ്ടാവുക. ഇവിടെ ഒരു കീവേഡ് കൂടെ ഉണ്ട്, റൈറ്റ്സ് ഓഫ് ദി ഡിസേബിൾഡ് പേഴ്സൺ ആണ് ചോദിച്ചിരിക്കുന്നത്. വൈ നോട്ട് ഇലക്റ്റഡ് ഗവർണേഴ്സിൽ ഗവർണർ മാത്രമല്ല ഇലക്റ്റഡ് കൂടെ നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, നമ്മളപ്പോൾ ഡിസബിലിറ്റിയെ പറ്റി പറഞ്ഞു, സക്സസ്ഫുൾ പീപ്പിളിനെ പറ്റി പറഞ്ഞു, അവരുടെ ലൈഫിൽ വരാവുന്ന പ്രശ്നങ്ങൾ, കരിയറിൽ വരാവുന്ന പ്രശ്നങ്ങൾ.
റീസെന്റ് അപ്ഡേറ്റ്സ്, റിസർവേഷൻ കൊടുക്കേണ്ട, ഇവിടെ വരുന്ന ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന റൂൾസ് ഒക്കെ അറിയാമെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ ഭിന്നശേഷി സംവരണത്തെ പറ്റിയൊക്കെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒതന്റിക് ആണെന്ന് നിങ്ങൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ദെൻ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെക്കൻഡ് കീ ടേം ആയിട്ടുള്ള റൈറ്റ്സിലേക്ക് പോകണം. അവരുടെ ലിവിങ്, അതായത് എക്സ്പ്ലോയിറ്റഡ് ആവാതിരിക്കാനുള്ള അവരുടെ അവകാശങ്ങളെ പറ്റി കൂടി നമ്മൾ സംസാരിക്കണം. അവർക്ക് എക്സ്പ്ലോയിറ്റഡ് ആവാതെ, അവരെ ചൂഷണം ചെയ്യാതെ ജീവിക്കാനുള്ള അവരുടെ അവകാശങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കണം. എഡ്യൂക്കേഷൻ കിട്ടാനുള്ള അവരുടെ റൈറ്റിനെ പറ്റി, നല്ല ജീവിത അന്തരീക്ഷത്തിൽ ഇൻക്ലൂഡിങ് ദിസ്, ഈ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകൾ, ബ്രെയിലി സ്കൂളുകൾ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കീ ടേംസ് ഒക്കെ വരണം. ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്, അവരെ ഇൻക്ലൂഡ് ചെയ്യണം. ഇത്തരത്തിൽ അങ്ങോട്ട് പോകും തോറും കോമ്പാക്ട് ചെയ്ത എസ്സേസ് എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ക്രിയേഷൻ ഓഫ് ബാരിയർ ഫ്രീ എൻവയോൺമെന്റ്, അവർക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാത്ത സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. സോഷ്യൽ സെക്യൂരിറ്റി അവർക്ക് നമ്മൾ ഉറപ്പുവരുത്തണം. സൊസൈറ്റിയെ പറ്റി അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇത്തരത്തിലൊരു വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഒരു എസ്സേ ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഈ അടുത്ത് നമ്മൾ വികലാംഗ് എന്ന് പറയുന്ന വാക്കിന് പകരം ദിവ്യാംഗ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് തുടങ്ങി. നിങ്ങൾക്ക് അത് എഴുതാം. ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നാണ് നമ്മൾ പല കുട്ടികളെയും വിളിക്കുന്നത്, ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നല്ല. സോ അത്തരത്തിൽ നമ്മൾ വാക്കുകളിൽ പോലും അവരെ കൺസേൺ ചെയ്തുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ആൻഡ് യു ക്യാൻ റൈറ്റ് അബൌട്ട് ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്. സോ ഇത്തരത്തിലുള്ള എസ്സേസ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. ബിക്കോസ് ഇത് വരാനും സാധ്യതയുണ്ട്. വന്നാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ എക്സാമിന് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും പറ്റും. മനസ്സിലാവുന്നുണ്ടോ? കാര്യം അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും എഴുതാനും ഉള്ള ഏരിയാസ് ആണ്. അതിനെപ്പറ്റി എഴുതാം. ഡിസേബിൾഡ് ചിൽഡ്രൻ മാറ്റിയിട്ട് ഗിഫ്റ്റഡ് ചിൽഡ്രൻ, വികലാംഗ് മാറ്റിയിട്ട് നമ്മൾ ദിവ്യാംഗ് ആണ് ഇപ്പൊ പറയുന്നത്. ദെൻ നിങ്ങൾക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റി പറയാം. എല്ലാരെയും ഉൾക്കൊള്ളുന്ന എഡ്യൂക്കേഷൻ ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നമ്മുടെ നോർമൽ സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കൂടെ ഇരുത്തും. അപ്പം ഇവർക്കൊരു ഫീലിംഗ് തോന്നും അവർ ഈ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്ന്. അതിലുപരി നമ്മുടെ നോർമൽ സ്റ്റുഡൻസ് ഇവരുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇവരെ എങ്ങനെയാണ് കരുതേണ്ടതെന്ന് പഠിക്കും. അതൊരു വലിയ ചേഞ്ച് ആണ്. സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയും നിങ്ങൾക്ക് സംസാരിക്കാം. ഒരു പോസിറ്റീവ്, ഇത്തരത്തിൽ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വരുമ്പം അതിനൊരു പോസിറ്റീവ് എൻഡിങ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നിങ്ങൾക്ക് 4 ടോപ്പിക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 4 ടോപ്പിക്കിലും സ്റ്റൈലിസ്റ്റിക്സിന് ഉപരി നമുക്കറിയാം, നമ്മൾ സാധാരണ ക്ലാസ്സുകളിൽ ഒരു എസ്സേ അങ്ങ് എടുത്ത് പഠിപ്പിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, നിങ്ങൾക്ക് എക്സ്ട്രാ ഒരുപാട് ഇതിന്റെ കൂടെ കാണും. അത് നിങ്ങൾ ആഡ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്ത് കൂടുള്ള സ്റ്റുഡൻസിന് ബെനിഫിഷ്യൽ ആകും. ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടാവും. പക്ഷേ സ്റ്റൈലിസ്റ്റിക്സ് കൂടെ കിട്ടുന്ന രീതിയിൽ ഇതൊക്കെ ഒന്ന് എഴുതി നോക്കുക. 4 ടോപ്പിക്സ് ഉണ്ട്. ഈ 4 ടോപ്പിക്സ് ഒന്ന് എഴുതി നോക്കുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുക. എക്സാം ഇങ്ങടുക്കാറായി എന്ന് പറയുന്നില്ല, എന്നാലും നമ്മൾ ദൂരെ നിന്ന് എക്സാമിനെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അല്ലേ. പയ്യെ അയാൾ ഇങ്ങ് വരുമ്പോഴത്തേക്കിന് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കണം. നന്നായി പഠിക്കാൻ പറ്റട്ടെ. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി ഈ ചാനൽ തന്നെ നമുക്ക് എസ്പെഷ്യലി ഒരുപാട് പേര് പറയുന്നത് എഡിറ്റോറിയൽസ് ആണ്. നല്ലൊരു എഡിറ്റോറിയൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.